സംസ്ഥാനം വീണ്ടും പകർച്ചവ്യാധി ആശങ്കയിൽ. കോഴിക്കോട് ജില്ലയിൽ നൂറുകണക്കിന് രോഗികളാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ബീച്ച് ആശുപത്രിയിലുമായി ചികിത്സ തേടിയെത്തുന്നത്. പനി, മഞ്ഞപ്പിത്തം, ഡെങ്കിപ്പനി തുടങ്ങിയ കേസുകളാണ് അധികവും റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം സർക്കാർ ആശുപത്രികളിൽ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ കിട്ടാനുമില്ല. സ്വകാര്യ ഫാർമസികൾ ഉയർന്ന വില ഈടാക്കുന്നതായാണ് പരാതി. ഈ വർഷം ഇതുവരെ മഞ്ഞപ്പിത്തം ബാധിച്ചു മരിച്ചത് 31 പേരാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നും നമ്മുടെ പ്രതിനിധികൾ ചേരുകയാണ്. ആദ്യം തലസ്ഥാന ജില്ലയിലെ സാഹചര്യം മനസ്സിലാക്കാം. ടിൻഡു ദാസ് ചേരുന്നു. ടിൻഡു, എങ്ങും പകർച്ചപ്പനി പടർന്നു പിടിക്കുകയാണ്, പക്ഷേ യാതൊരു മുന്നൊരുക്കങ്ങളും ആരോഗ്യവകുപ്പ് നടത്തുന്നുമില്ല. തീർച്ചയായിട്ടും രോഹിണി, സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന സാഹചര്യം കൂടുതലാണ്. കഴിഞ്ഞ ഒരു മാസമായിട്ട് സംസ്ഥാനത്ത് വിവിധ രോഗങ്ങൾ, സാംക്രമിക രോഗങ്ങൾ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. നേരത്തെ രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ആരോഗ്യ പ്ലാനിംഗ് പോലും ഇല്ലാതെ, അല്ലെങ്കിൽ ആശുപത്രികളെ കേന്ദ്രീകരിച്ച് ഒരു പ്ലാനിംഗ് പോലും ഇല്ലാതെയാണ് ഒരുപക്ഷെ ആരോഗ്യവകുപ്പ് മുന്നോട്ട് പോകുന്നത്. നമുക്ക് സംസ്ഥാനത്ത് കഴിഞ്ഞ, അതായത് ജൂലൈ 1-ാം തീയതി മുതൽ 20-ാം തീയതി വരെയുള്ള ഈ പകർച്ചവ്യാധിയുടെ കണക്കുകൾ ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം. അതിൽ ഞാൻ ഏറ്റവും പ്രധാനമായി പറയുന്നത് എലിപ്പനിയും ഡെങ്കിപ്പനിയും അതോടൊപ്പം തന്നെ പകർച്ചപ്പനിയും H1N1 എലിപ്പനി മരണം സംഭവിച്ച് 24 പേർക്കാണ്. ഡെങ്കിപ്പനി 10 പേർക്ക് ഒരു മാസത്തിനുള്ളിൽ മരണം സംഭവിച്ചു. H1N1 ബാധിച്ച് 10 പേര് മരിച്ചു. അതോടൊപ്പം തന്നെ പനി ബാധിച്ചത് 2,21,022 പേർക്കാണ്. അതോടൊപ്പം തന്നെ ഈ എലിപ്പനി 234 പേർക്ക് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഡെങ്കിപ്പനി 2,250 പേർക്ക്. ദയവായി തുടരുക. കോഴിക്കോട് നിന്ന് ദിസ്ന കൂടി ചേരുകയാണ്. ദിസ്ന, സംസ്ഥാനം പകർച്ചവ്യാധി ഭീഷണിയിലാണ്. കോഴിക്കോടെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇത്തവണ വലിയ രീതിയിൽ മസ്തിഷ്ക ജ്വരം, നിപ്പ, H1N1 ഒക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രോഗികളെ കൊണ്ട് നിറയുന്ന ഒരു സാഹചര്യവും ഒക്കെ ഉണ്ടായതാണ്. പക്ഷേ മുന്നൊരുക്കങ്ങളൊക്കെ ഇപ്പോഴും വൃഥാ തന്നെയാണെന്നാണ് അറിയാൻ കഴിയുന്നത്. രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിൽ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇന്നലത്തെ കണക്കനുസരിച്ച് ജില്ലയിൽ ഇതിനകം 29,942 പകർച്ചവ്യാധി കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. ഇതിൽ 2,302 പേർക്കാണ് ജില്ലയിൽ ഇന്നലെയുള്ള കണക്കനുസരിച്ച് മഞ്ഞപ്പിത്തം റിപ്പോർട്ട് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇതിൽ 191 ഡെങ്കിപ്പനി കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പേരാമ്പ്ര, ബാലുശ്ശേരി, തലക്കളത്തൂർ, ഉള്ളിയേരി, മുക്കം, ഒളവണ്ണ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എന്ന ഒരു വിവരമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. എന്തായാലും കോഴിക്കോട് ജില്ലയിൽ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ ഭീതിയും പടർന്നു പിടിച്ചിട്ടുണ്ട്. കണ്ണൂരിലെ ഒരു കുട്ടി ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഒരു സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുന്ന ഒരു സാഹചര്യമാണ്. 3 വയസ്സുകാരനാണ് ഈ കുട്ടി. കൂടാതെ തന്നെ ഈ കുട്ടി മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് എന്നൊരു വിവരമാണ് നമുക്ക് ഡോക്ടറിൽ നിന്നും അറിയാൻ സാധിച്ചത്. രണ്ടാമത്തെ പരിശോധനയിലും കുട്ടിക്ക് രോഗം പോസിറ്റീവായി തന്നെയാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും ആശ്വാസകരമായി കോഴിക്കോട് ജില്ലയെ പറ്റി എടുത്തു പറയുകയാണെങ്കിൽ, കഴിഞ്ഞ ദിവസം കോഴിക്കോട് തിക്കൊടി സ്വദേശി 16 വയസ്സുകാരനായ ഒരു കുട്ടി അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലായിരുന്നു. അതിൽ നിന്ന് രോഗവിമുക്തി നേടി വീട്ടിലേക്ക് മടങ്ങിയതും ഈ രോഗാവസ്ഥയിൽ സംബന്ധിച്ചിടത്തോളം ഒരു ശുഭവാർത്ത തന്നെയാണ്. കൂടാതെ ഇനി അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട് മറ്റൊരു കുട്ടി കൂടി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. ആ കുട്ടിയുടെ പരിശോധനാ ഫലം വരാനുണ്ട്, അതുകൂടി നോക്കേണ്ടതുണ്ട്. എന്തായാലും രോഹിണി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിൽ വ്യാപകമായി പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഡെങ്കിപ്പനി അടക്കം വിവിധ രോഗങ്ങൾ വലിയ രീതിയിൽ തന്നെ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം. ഈ സാഹചര്യത്തിലും മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ വലിയ രീതിയിൽ കാര്യക്ഷമമായി നടന്നിട്ടില്ല എന്ന് തന്നെയുള്ള ഒരു ആരോപണം തന്നെയാണ് ഉയർന്നു വരുന്നത്. പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജിലും ബീച്ച് ആശുപത്രിയിലും ഈ രോഗികളെ ഒക്കെ തന്നെയും പാർപ്പിക്കുവാൻ വേണ്ട സൗകര്യമില്ല എന്നൊരു ആരോപണവും ഉയർന്നു വരുന്നുണ്ട്. ബീച്ച് ആശുപത്രിയിലാണെങ്കിൽ രോഗികൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ല എന്നൊരു ആരോപണമാണ് നിലവിൽ ഉയർന്നു വരുന്നത്. രോഗം ബാധിച്ച് നിലവിൽ വരുന്നവർ ബെഡുകൾ കിട്ടാതെ നിലത്ത് പായ വിരിച്ചു കിടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട് എന്നൊരു ആരോപണവും ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും അടിസ്ഥാന സൗകര്യങ്ങളുടെ, ഇത്തരത്തിൽ രോഗം ബാധിച്ചെത്തുന്നവർക്ക് അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയുണ്ട് എന്ന് തന്നെയാണ്
നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൂട്ടിരിപ്പുകാരൊക്കെ തന്നെയും നിലവിൽ കിടക്കുന്നത് പുറത്താണ്. അവിടെയൊക്കെ തന്നെയും ഈ മലിനജലം ഒഴുകി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ ഏറ്റവും വൃത്തിഹീനമായ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ രോഗികളും രോഗികളുടെ കൂടെയുള്ളവരും കഴിയേണ്ടി വരുന്നത് എന്ന് തന്നെയാണ് നിലവിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. എന്തായാലും കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ പകർച്ചവ്യാധികളുടെ വ്യാപനം ഉയർന്നു വരുന്ന ഒരു സാഹചര്യമാണ്. ഈ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ തന്നെയും മഞ്ഞപ്പിത്തം വലിയൊരു രീതിയിൽ വ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഐസോരന്തി പോലെയുള്ള വസ്തുക്കളൊക്കെ തന്നെയും നിരോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരാഴ്ചയോളം കാലത്തോളമാണ് ഇത്തരത്തിലുള്ള ഭക്ഷ്യവസ്തുക്കളൊക്കെ തന്നെയും കോഴിക്കോട് ജില്ലയിൽ നിരോധിച്ചിരുന്നത്. കൂടാതെ തന്നെ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് വലിയൊരു രീതിയിലുള്ള പ്രതിഷേധവും ഉയർന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ മാലിന്യ സംസ്കരണമൊക്കെ തന്നെ വലിയ രീതിയിൽ കൃത്യമായി നടക്കാത്ത ഒരു സാഹചര്യമുണ്ട്. ഈ മഴയൊക്കെ പെയ്യുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഈ തീരപ്രദേശങ്ങളിലൊക്കെ തന്നെയും വലിയൊരു രീതിയിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട്. വീടുകളിൽ വരെ ഇത്തരത്തിൽ വെള്ളം നിറയുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിലൊക്കെ തന്നെയും അതിനുശേഷം വേണ്ടത്ര ശുചീകരണ പ്രവർത്തനങ്ങൾ ആരോഗ്യ വിദഗ്ധരുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് നടക്കുന്നില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. കൂടാതെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് അതായത് ആ കുട്ടി കുളിച്ചു എന്ന് കരുതിയ കുളമൊക്കെ തന്നെയും ഇപ്പോൾ ആരോഗ്യ വിദഗ്ധർ പരിശോധിച്ചിരുന്നു. അവിടെയൊക്കെ തന്നെയും ആരും ഇറങ്ങുവാൻ പാടില്ല എന്നൊരു നിർദ്ദേശവും നിലവിൽ നൽകിയിട്ടുണ്ട്. എന്തായാലും വലിയൊരു രീതിയിലുള്ള പകർച്ചവ്യാധിയുടെ ഭയത്തിൽ തന്നെയാണ് കോഴിക്കോട് ജില്ല ഉള്ളത് എന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. ദിനംപ്രതി നിരവധി കേസുകളാണ് കോഴിക്കോട് ജില്ലയിൽ ആശുപത്രികളിൽ വരുന്നത്. ഞാനിപ്പോൾ നേരത്തെ സൂചിപ്പിച്ചത് മെഡിക്കൽ കോളേജിലെയും ബീച്ച് ആശുപത്രിയിലും കണക്കുകൾ മാത്രമാണ്. വിവിധ സ്വകാര്യ ആശുപത്രികളിലും ചികിത്സ തേടി എത്തുന്നവരുടെ എണ്ണത്തിൽ വലിയ തോതിലുള്ള വർധനമാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് ശരി ദിസ്ന, മലപ്പുറത്ത് നിന്നും ഗോകുലിലേക്ക് പോവുകയാണ്. ഗോകുൽ, നമുക്കറിയാം വടക്കൻ കേരളത്തിൽ പകർച്ചവ്യാധി ഭീഷണി കൂടിക്കൂടി വരികയാണ്. വൈറൽ ഹെപ്പറ്റൈറ്റിസ് അടക്കം വലിയ രീതിയിൽ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. മലപ്പുറത്ത് പ്രധാനമായിട്ടും നിപ്പയുടെ ഒരു സാന്നിധ്യമായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആശങ്ക സൃഷ്ടിച്ചുകൊണ്ടുണ്ടായിരുന്നത്. പൂനെയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് അതിനെ നിപ്പയെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്തുകൊണ്ടുവരുന്നുണ്ട്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ ഏകോപിപ്പിച്ചു വരുന്നത്. നിപ്പയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വരുന്ന വാർത്തകളൊക്കെ അല്ലെങ്കിൽ പരിശോധനാ ഫലങ്ങളൊക്കെ ആശ്വാസം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ്. അത്തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ 72ഓളം പേരുടെ സാമ്പിളുകൾ പരിശോധിച്ചു. 72 പേരുടെ പരിശോധനാ ഫലങ്ങളും നെഗറ്റീവാണ് എന്നത് ആശ്വാസം നൽകുന്നു. 472 പേർ ഈ കഴിഞ്ഞ ദിവസം 21-ാം തീയതി നിപ്പ ബാധിച്ചു മരിച്ച കുട്ടിയുടെ സമ്പർക്ക പട്ടികയിലുണ്ട്. 472 പേരും ആരോഗ്യവകുപ്പിന്റെ നിരീക്ഷണത്തിൽ തന്നെയാണ് കഴിയുന്നത്. അതിൽ 220ഓളം പേർ ഹൈറിസ്ക് പട്ടികയിലുമുണ്ട്. ഇവരെയൊക്കെ നല്ല രീതിയിൽ തന്നെ ആരോഗ്യവകുപ്പിന്റെയും പൂനെയിൽ നിന്നുള്ള സംഘത്തിന്റെയും ഡോക്ടർ സുബ്രഹ്മണ്യന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെയും നേതൃത്വത്തിൽ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ്. ഇന്നലെ 7 പേരെ വിവിധ ലക്ഷണങ്ങളോടുകൂടിയിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ നിപ്പ ലക്ഷണങ്ങളുമായി ബന്ധപ്പെട്ട് 8 പേരാണ് ആശുപത്രിയിൽ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഭോപ്പാലിൽ നിന്നുള്ളൊരു സംഘവും പൂനെയിൽ നിന്നുള്ള 2 സംഘങ്ങളും ഈ മൃഗങ്ങളിൽ പരിശോധന നടത്തുന്നു. ഭോപ്പാലിൽ നിന്നുള്ള സംഘം പശു ഉൾപ്പെടെയുള്ള മൃഗങ്ങളിൽ നിന്നുള്ള സ്രവം പരിശോധിക്കാനുള്ള നടപടികൾ ഈ പ്രദേശത്ത് നടത്തി വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ പൂനെയിൽ നിന്നുള്ള സംഘം ഇത്തരത്തിൽ വവ്വാലുകളുടെ ഇതിൻ്റെ ഉറവിടം നിപ്പയുടെ ഉറവിടം ഇതുവരെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. വവ്വാലുകളെ ക്യാമറ വെച്ച് നിരീക്ഷിച്ചുകൊണ്ട് എവിടെ നിന്നാണ് ഇത്തരത്തിലൊരു നിപ്പ ഈ തവണ പൊട്ടിപ്പുറപ്പെട്ടത് എന്നതിനെ സംബന്ധിച്ച നിരീക്ഷണങ്ങളാണ് ഇപ്പോൾ നടത്തി വരുന്നത്. നമുക്കറിയാം, നേരത്തെ 4 തവണയാണ് കേരളത്തിൽ ഇത്തരത്തിലുള്ള നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. 3 തവണയും കോഴിക്കോടായിരുന്നു, 1 തവണ എറണാകുളത്തും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ പല സമയത്തും എവിടെ നിന്നാണ് ഈ നിപ്പ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എന്നതിനെ സംബന്ധിച്ച കാര്യങ്ങൾ കണ്ടെത്തുകയാണ് പ്രയാസം. അത്തരത്തിലുള്ള കണ്ടെത്തലുകളിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഈ നിപ്പയുടെ ഉറവിടം കണ്ടെത്തലുള്ള തിരച്ചിലുകളാണ് ഇപ്പോൾ പൂനെയിൽ നിന്നുള്ള NIV സംഘത്തിന്റെ നേതൃത്വത്തിൽ പ്രധാനമായും നടക്കുന്നത്. അത് ക്യാമറ വെച്ചുകൊണ്ട് വവ്വാലുകളെ കാട്ട് അമ്പഴം കഴിച്ചിട്ടാണ് ഈ 14-കാരനെ നിപ്പ ബാധിച്ചത് എന്നൊരു സ്ഥിരീകരണം അല്ലെങ്കിൽ അത്തരത്തിലൊരു പരാമർശം ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഈ കാട്ടമ്പഴം കുട്ടി കഴിച്ചു എന്ന് പറയുന്ന പ്രദേശത്ത് ക്യാമറ വെച്ചുകൊണ്ട് അവിടെയുള്ള ഈ വവ്വാലുകളെ നിരീക്ഷിക്കാനുള്ള സംവിധാനമാണ് ഇപ്പോൾ നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഭോപ്പാലിൽ നിന്നുള്ള മറ്റൊരു സംഘം ഈ പശുക്കൾ ഉൾപ്പെടെയുള്ള മൃഗങ്ങളിൽ നിന്ന് സ്രവങ്ങൾ പരിശോധിച്ച് ഈ നിപ്പയുടെ സാന്നിധ്യം കണ്ടെത്താനുള്ള തീവ്ര ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. നിപ്പയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ആശ്വാസകരമായ വാർത്തകളാണ് പ്രധാനമായും പുറത്തു വരുന്നത് എന്നുള്ളതാണ്
പ്രധാനപ്പെട്ട കാര്യം. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശോധിച്ച 72 പേരുടെ പരിശോധനാ ഫലങ്ങൾ നെഗറ്റീവായി. ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട ആളുകളുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 8 പേർ ഇപ്പോൾ ആശുപത്രിയിൽ കഴിയുന്നു. 220 പേർ ഹൈറിസ്ക് പട്ടികയിലുണ്ട്. 472 പേരാണ് കുട്ടിയുടെ സമ്പർക്ക പട്ടികയിലുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നിപ്പ റിപ്പോർട്ട് ചെയ്ത ദിവസങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു ആശങ്ക ഇളവാക്കുന്ന ഒരു സാഹചര്യങ്ങളൊന്നും നിലവിലുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെയും പൂനെയിൽ നിന്നുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഇവിടെ ഈ നിപ്പയെ പിടിച്ചു കെട്ടാനുള്ള ശ്രമങ്ങൾ തീവ്രമായി തന്നെ നടത്തുന്നു. അതോടൊപ്പം തന്നെ മലമ്പനി പോലെയുള്ള പനികളും ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. H1N1 ബാധിച്ച് ഒരാൾ മരിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം 1200ഓളം പേരെ പരിശോധിച്ച സമയത്ത് കുട്ടിക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് 3 പേർക്ക് മലമ്പനി സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നിപ്പയോടൊപ്പം തന്നെ വ്യാപകമായ രീതിയിൽ ഇത്തരത്തിലുള്ള സാംക്രമിക രോഗങ്ങൾ പടരുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. നിപ്പയെ പിടിച്ചു കെട്ടാൻ അല്ലെങ്കിൽ നിപ്പയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടി ഈ ദേശീയ തലത്തിലുള്ള ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രാദേശികമായിട്ട് ഇത്തരത്തിലുള്ള സാംക്രമിക രോഗങ്ങളെ കൂടുതലായിട്ട് ശ്രദ്ധിക്കപ്പെടാത്തൊരു സാഹചര്യമുണ്ടെന്നും അത് പരിഹരിക്കാൻ ആവശ്യമായ നടപടികളിലേക്ക് കടക്കാൻ വേണ്ടി ജില്ലാ ഭരണകൂടത്തിനോ അല്ലെങ്കിൽ പ്രാദേശിക ആരോഗ്യ വകുപ്പിനോ സാധിക്കുന്നില്ല എന്നൊരു ആക്ഷേപം കൂടെ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ടിൻഡു, നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് സംസ്ഥാനം കടുത്ത പകർച്ചവ്യാധി ഭീഷണിയിൽ നിൽക്കുമ്പോഴും ആരോഗ്യവകുപ്പ് വേണ്ട മുന്നൊരുക്കങ്ങളൊന്നും തന്നെ എടുത്തിട്ടില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും രോഹിത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് ബി തുടങ്ങിയ രോഗങ്ങൾക്കുള്ള മരുന്നുകൾ സർക്കാർ ആശുപത്രികളിൽ നിന്നും മിതമായ വിലയിൽ ലഭിക്കേണ്ട മരുന്നുകൾ, ഒരുപക്ഷെ സർക്കാർ ആശുപത്രിയിൽ നിന്ന് സൗജന്യമായി തന്നെ ലഭിക്കേണ്ട മരുന്നുകൾ സർക്കാർ ആശുപത്രിയിൽ ലഭ്യമല്ല എന്നൊരു ഗുരുതരമായൊരു വിഷയവും ഈ പകർച്ചവ്യാധികൾക്കൊപ്പം തന്നെ സംസ്ഥാനത്ത് നടക്കുന്നുണ്ട്. പക്ഷേ ഈ മരുന്നുകളെല്ലാം സ്വകാര്യ ആശുപത്രിയിൽ യഥേഷ്ടം അല്ലെങ്കിൽ ഉയർന്ന വില കൊടുത്ത് വാങ്ങാവുന്ന രീതിയിൽ തന്നെ ലഭ്യമാകുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നിരന്തരം ഈ വിഷയങ്ങൾ ജനൻ വാർത്ത ചെയ്യുന്നതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം തന്നെ ആരോഗ്യ വകുപ്പിന്റെ ധനവകുപ്പ് കനിയുന്നില്ല എന്ന പരാതിയാണ് നിരന്തരം ആരോഗ്യ വകുപ്പിന്റെ പക്കലുള്ളത്. കാരണം ഈ വാക്സിനുകൾ വാങ്ങുന്ന കമ്പനികൾക്ക് നൽകേണ്ട അല്ലെങ്കിൽ വാക്സിനുകൾ മരുന്നുകൾ അവശ്യ മരുന്നുകൾ വാങ്ങേണ്ട കമ്പനികൾക്ക് അല്ലെങ്കിൽ അത്തരത്തിൽ മരുന്നുകൾ വിതരണം ചെയ്യുന്ന കമ്പനികൾക്ക് നൽകേണ്ട കുടിശ്ശികകൾ നൽകി തീർക്കാത്തത് ഈ വിഷയത്തെയൊക്കെ ഒരു പരിധി വരെ തന്നെ ഗുരുതരമായി ബാധിക്കുന്നു. പ്രത്യേകിച്ച് ധനവകുപ്പ് ഈ വിഷയത്തിൽ ധനവകുപ്പിനോട് നിരന്തരം ഈ കുടിശ്ശികയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഈ വകുപ്പ് തുക അനുവദിക്കുന്നില്ലെന്നാണ് മറ്റൊരു ആരോപണമായിട്ട് ആരോഗ്യ വകുപ്പ് തന്നെ പറയുന്നത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെ ഈ പകർച്ചവ്യാധികളും സാംക്രമിക രോഗങ്ങളൊക്കെ ഇത്തരത്തിൽ പടർന്നു പിടിക്കുമ്പോഴും ആരോഗ്യ വകുപ്പ് ആ വിഷയത്തിൽ ഇടപെടാത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആശുപത്രികളിലാണെങ്കിൽ പോലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നില്ല. ഒരുപക്ഷെ ഈ സംസ്ഥാന വ്യാപകമായിട്ട് എടുക്കുമ്പോൾ ഗ്രാമീണ മേഖലകളെക്കാളും പകർച്ചവ്യാധികൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ പനി പടർന്നു പിടിക്കുന്ന നഗര മേഖലകളെ കേന്ദ്രീകരിച്ചാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് മഴക്കാല പൂർവ്വ ശുചീകരണങ്ങൾ കാര്യക്ഷമമായി നടക്കുന്നില്ല എന്ന് തന്നെയാണ്. ഒരുപക്ഷെ ഈ വിഷയങ്ങളിലൊക്കെ ഒരു അവബോധം അല്ലെങ്കിൽ ജാഗ്രത അത്തരത്തിൽ അല്ലെങ്കിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ ആരോഗ്യ വകുപ്പിന് സാധിച്ചിട്ടില്ല. നഗരപ്രദേശങ്ങളെ സംബന്ധിച്ചിടത്തോളം കെട്ടിക്കിടക്കുന്ന വെള്ളം, അതോടൊപ്പം തന്നെ മലിനജലം ഒഴുകി പോകാൻ കഴിയാത്തൊരു സാഹചര്യം, അതോടൊപ്പം തന്നെ പ്ലാസ്റ്റിക്കിന്റെ നിക്ഷേപം, ഇതൊക്കെ വെള്ളം കെട്ടിക്കിടക്കാനും ഇത്തരത്തിലുള്ള രോഗങ്ങൾ പടർന്നു പിടിക്കാനും കൂടുതൽ ഒരു സാഹചര്യം ഉണ്ടാക്കുന്നു എന്ന് വേണം കരുതേണ്ടത്. അതിൽ ആരോഗ്യ വകുപ്പ് തദ്ദേശ വകുപ്പിനെ അറിയിക്കുകയോ തദ്ദേശ വകുപ്പ് നഗരസഭകളെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള തദ്ദേശ സ്ഥാപനങ്ങൾ വഴിയോ ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താത്തതൊക്കെ പരസ്പര പൂരകങ്ങളായിട്ട് ഈ ആരോഗ്യ വകുപ്പിൽ ഈ പ്രശ്നങ്ങൾ കുടുങ്ങിക്കിടക്കുന്നു എന്ന് വേണം പറയാൻ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇനി എലിപ്പനി പോലുള്ള രോഗങ്ങൾ പടർന്നു പിടിക്കുന്നത് കൂടുതലും സാധാരണക്കാരായിട്ടുള്ള തൊഴിലുറപ്പ് തൊഴിലാളികളിലാണെന്നാണ് ഇപ്പോൾ നിലവിൽ ഒരു ഡേറ്റാ ബേസ്ഡ് ആയിട്ടുള്ള അനാലിസിസ് നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അവർ ചെയ്യുന്ന തൊഴിൽ മലിനജലത്തിലും അതോടൊപ്പം തന്നെ ഈ പശു അല്ലെങ്കിൽ കന്നുകാലികൾ അല്ലെങ്കിൽ അതുപോലത്തുള്ള ജീവികളുടെ ആ മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾക്കാണ് ഇത്തരത്തിൽ എലിപ്പനി രോഗങ്ങൾ കൂടുതൽ പിടിപെടുന്നത്. അതോടൊപ്പം തന്നെ അതിനുവേണ്ടിയുള്ള പ്രതിരോധ മരുന്നുകൾ നൽകുന്നതിലും പാളിച്ച പറ്റിയിട്ടുണ്ടോ എന്ന് കൂടി അന്വേഷിക്കേണ്ടതായിട്ടുള്ള ഇത്തരത്തിലുള്ള ഗുളികകളൊക്കെ വിതരണം ചെയ്യുമ്പോഴും അത് യഥാ രീതിയിൽ തന്നെ ജനങ്ങളിൽ എത്തുന്നുണ്ടോ എന്ന് പോലും ആരോഗ്യ വകുപ്പ് ശ്രദ്ധ ചെലുത്തുന്നില്ല എന്ന് വേണം പറയുന്നത്. പക്ഷേ ഈ 18-ാം തീയതി വരെയുള്ള കണക്കെടുക്കുമ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഈ വർഷം മുഴുവത്തെ കണക്ക് ലഭ്യമാണെങ്കിൽ ഞെട്ടിക്കുന്ന കണക്കുകളായിരിക്കും ഒരുപക്ഷെ പുറത്തു വരുന്നത്. അതും ആരോഗ്യ വകുപ്പ് പുറത്തുവിടുന്നില്ല. രോഹിണി. ശരി ടിൻഡു, സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുമ്പോഴും ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങൾ വിമർശനങ്ങൾക്ക് വിധേയമാവുകയാണ്. മുന്നൊരുക്കങ്ങളൊന്നും തന്നെ നടത്തുന്നില്ല. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവൃത്തികൾ ഇതുവരെ പൂർത്തിയായിട്ടില്ല. അത്തരത്തിൽ വലിയ വിമർശനങ്ങളാണ് ആരോഗ്യവകുപ്പ് നേരിടുന്നത്.